ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല വെറൈറ്റി മസാല വെച്ചിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്യാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 150 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൈക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടീസ്പൂണ് കോൺഫ്ലവറും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് ചായ സോസും 1 ടീസ്പൂണ് വിനാഗറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മസാലപ്പൊടികൾ ചിക്കനിലേക്ക് എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നാലേ നമ്മൾ ഈ പൊടികളൊക്കെ മസാല എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് പിടിച്ച് നല്ല ഫ്ലേവർ ഉണ്ടാവും. വെച്ചിട്ടില്ല കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമ്മളെ പൊടികളൊക്കെ നമ്മളെ ചിക്കനിൽ പിടിച്ചിട്ട് നല്ല മസാലൻ്റെ അടിപൊളി ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ഫ്രൈ ഉണ്ടാക്കുക. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായതിന് ശേഷം 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ ഇളക്കി ഒന്ന് ചിക്കി കൊടുക്കുക. എന്നിട്ട് ഇടക്കിടക്ക് ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റവ് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ചിക്കൻ കുക്കാവില്ല. അതുകൊണ്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരേ ഇളക്കലൊന്നും ഇളക്കണ്ട, ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 5-6 വെളുത്തുള്ളിയും 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇഞ്ചി വേണ്ട, വെളുത്തുള്ളിയും പച്ചമുളകും വേണ്ടും. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 സവോള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് വെച്ചിട്ട് സവോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഓവർ വഴഞ്ഞു വരണ്ട, ജസ്റ്റ് ഒന്ന് വഴഞ്ഞു വന്നാൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ സവോളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതും ഒന്നൊരു ഹാഫ് കുക്കാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളെ ക്യാപ്സിക്കനൊക്കെ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ പൊടികളെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ചിക്കനും മസാലയൊക്കെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടും അത് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോസ് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റെഡി ആയിട്ട് നമ്മളെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഈ ഒരു മസാലയും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മയോണൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് ചേർത്താൽ മതി, 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സോസ് ഒഴിച്ചതിന് ശേഷം മയോണൈസ് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്ത് സോസ് മയോണൈസെല്ലാം ഒരുപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ബണ്ണാണ്. ഇതുപോലുള്ള ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണിൻ്റെ അടിഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഞാൻ എല്ലാ ബണ്ണും ഇതുപോലെ അടിഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബണ്ണ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണൈസും കെച്ചപ്പുള്ള മിക്സ് ഇതിലേക്ക് നന്നായിട്ടൊന്ന്
ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് തടവി കൊടുത്താൽ പോരാ, നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ക്രീമി ആയിട്ട് ഇരിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല നിറച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ബണ്ണും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മയോണൈസ് ഒഴിക്കുമ്പോൾ പിശുക്ക് കാണിക്കാണ്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ മസാല ഈ ഒരു പാക്കറ്റ് ബണ്ണിന് കണക്കായിട്ടുള്ള മസാലയാണ് കേട്ടോ. 150 ഗ്രാം ചിക്കനും 2 സവാളയും ഒരു ചെറിയ കാപ്സിക്കനും വെച്ച് ഉണ്ടാക്കിയ മസാലയാണ്. അത് ഈ ഒരു പാക്കറ്റ് 8 പീസ് ബണ്ണിലൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ബണ്ണിലും മസാല ഒക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ച് മാറ്റിയ ബണ്ണിൻ്റെ അടിഭാഗം എടുക്കുക. ഇതുപോലെ ഒരു പച്ചവെള്ളത്തിൽ മുക്കിക്കൊടുക്കുക. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് ആ വെള്ളം പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ബണ്ണിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ബണ്ണ് കവറാക്കി എടുക്കുക. വീഡിയോ കാണുന്ന പോലെ ചെയ്യുക കേട്ടോ. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ കാണുന്നവരെ ചെയ്യുക. മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ പച്ചവെള്ളം, നോർമൽ പച്ചവെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ മുക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ വെള്ളം കൈവെള്ളയിൽ വെച്ച് പ്രസ് ചെയ്ത് മാറ്റുക. എന്നിട്ട് ബണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ അവിടെ ഒട്ടി നിൽക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ടയിലേക്ക് കുറച്ച് കുരുമുളകും ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഗീയോ ബട്ടറോ അങ്ങനെ ഒലിവ് ഓയിലോ അതിന് സാധാരണ റിഫൈൻഡ് ഓയിലോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക. പാനിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നിറച്ച് വെച്ച ബണ്ണ് മുട്ടൻ്റെ മിക്സിയിൽ ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിൽ ചുവച്ചിട്ടിട്ട് ബണ്ണ് ഓരോന്നും നമ്മളെ പാനിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെറുതെ ഇട്ട് കൊടുക്കുന്നതാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക കേട്ടോ. അത് നമ്മൾ മുട്ടൻ്റെ മിക്സിയിൽ മുക്കിയതല്ല, അതുകൊണ്ട് സൈഡെല്ലാം ഒന്ന് കുക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ബണ്ണൊക്കെ എല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണ് നിറച്ചാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പല മസാല വെച്ചിട്ട് ഞാൻ ബണ്ണിറച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മസാലക്ക് പ്രത്യേക ടേസ്റ്റാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ബണ്ണ് നിറച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എണ്ണക്കടികൾ കഴിക്കാത്തവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബണ്ണ് നിറച്ചാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇടവേണ്ടപ്പോഴാണ്. പുതിയൊരു റെസിപ്പി ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ ബൈ.